നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മീഡിയ വണ്ണിന്റെ അടുപ്പുകൂട്ടി ചർച്ചയിൽ KC വേണുഗോപാലിനെ കയറി തോണ്ടി നിഷാദ് റാവുത്തർ. ചർച്ച തുടങ്ങി 10-ാം മിനിറ്റിൽ കിട്ടി മീഡിയ വണ്ണിന് 8ന്റെ പണി. KC അനുകൂലികൾ ചാനലിനെയും നിഷാദ് റാവുത്തറിനെയും വലിച്ചു കീറി. KC അനുകൂലികളായ പിള്ളേര് കൂടോടെ ഇളകി മീഡിയ വൺ കത്തിച്ചു എന്ന് വേണം പറയാൻ. KC വേണുഗോപാലിന്റെ യോഗ്യതയെ ചോദ്യം ചെയ്തായിരുന്നു നിഷാദ് റാവുത്തറുടെ ചർച്ച. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് നടക്കുന്ന അടിയെ പരിഹസിച്ച ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാൻ KCക്ക് എന്ത് യോഗ്യത എന്ന തലത്തിലേക്കായി നിഷാദിന്റെ വാദം. KC കേരളത്തിന് അന്യനാണോ എന്ന് ചോദിച്ച് പല കോണിൽ നിന്ന് ചാനലിന് നേരെ ചോദ്യമുയർന്നു. ഇക്കുറി അധികാരം കിട്ടിയാൽ പിണറായി കൂട്ടത്തെ മുട്ടുകുത്തിച്ചതിന്റെ ക്രെഡിറ്റ് KCക്കാണെന്ന് KC അനുകൂലികൾ തുറന്നടിച്ചു. വേണുഗോപാൽ പൊട്ടിമുളച്ച നേതാവല്ലെന്നും സംഘടനാ പ്രവർത്തനം നടത്തി വളർന്നു വന്ന ആളാണെന്നും KC പിള്ളേർ മീഡിയ വണ്ണിനെ പഠിപ്പിച്ചു. അടുപ്പുകൂട്ടി ചർച്ച നടത്തിക്കോ, കോൺഗ്രസിന്റെ നെഞ്ചത്തേക്ക് കയറാൻ വന്നാൽ വിവരമറിയുമെന്ന് ചാനലിന് യൂത്ത് കോൺഗ്രസ് KSUക്കാരുടെ മറുപടി. മീഡിയ വൺ ഇപ്പോൾ നേരെ എയറിലാണ്. KC ആരാണ് എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ച് സുധാ മേനോൻ പങ്കുവച്ച ഒരു പോസ്റ്റ് അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. KC അനുകൂലിക്കുന്നവരും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുമൊക്കെ സുധാ മേനോന്റെ ഈ ഒരു പോസ്റ്റ് വൈറലാക്കുന്നുണ്ട്. നിഷാദിനെ കടുത്ത ഭാഷയിൽ സുധ ഈ പോസ്റ്റിൽ വിമർശിക്കുന്നുണ്ട്. സുധാ മേനോന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇന്നലെ മീഡിയ വണ്ണിലെ ഒരു ചർച്ച കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന ചർച്ച ചെയ്യുന്നതിന്റെ ശരിതെറ്റുകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതവരുടെ ഇഷ്ടം. ഒരു വിശാല ജനാധിപത്യ പ്ലാറ്റ്ഫോമായ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഓരോ സ്ഥാനത്തിനും യോഗ്യരായ ഒന്നിലധികം നേതാക്കൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ KC വേണുഗോപാലിന്റെ യോഗ്യത എന്താണ് എന്ന ചോദ്യം ഉയർത്തുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആരംഭകാലം മുതൽ അദ്ദേഹം പിന്തുടർന്നു വരുന്ന ചേർത്തുപിടിക്കലിന്റെയും കേൾവിയുടെയും കരുണയുടെയും രാഷ്ട്രീയത്തെ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒന്നായും അവതരിപ്പിക്കുന്നത് നൈതികമല്ല, വസ്തുതാ വിരുദ്ധമാണ്. ആ മനുഷ്യന്റെ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലത്തെ പൊതുപ്രവർത്തനത്തെ റദ്ദ് ചെയ്യുന്ന ഒന്നാണത്. യോഗ്യതയില്ല എന്ന ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്ന് ഒരു നിമിഷം മനസാക്ഷിയോട് ചോദിച്ചു നോക്കണം പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ. കോൺഗ്രസിന്റെ പ്രതാപകാലത്തല്ല അയാൾ പാർട്ടിയെ ദേശീയ തലത്തിൽ നയിച്ചത്. എന്നിട്ടും നഷ്ടകാലത്തെ വിഷശരങ്ങൾ എന്നും അയാൾക്ക് നേരെ മാത്രമായിരുന്നു. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാടൊട്ടുക്കും പരാജയപ്പെട്ട് നിൽക്കെയാണ് 7 വർഷം മുൻപ് അയാൾ ആ ഭാരം ചുമലിലേറ്റിയത്. കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് കോൺഗ്രസുകാർ പോലും വിധി എഴുതുന്നിടത്ത് നിന്ന് വിജയത്തിലേക്ക് കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച പ്രേരക ശക്തി തന്നെയായിരുന്നു സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്ന് നിങ്ങൾ അറിയണം. തന്റെ രക്തത്തിനായി കടിപിടി കൂടുന്നവർക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിലുപരിയായി ഈ രാജ്യത്തിന്റെ ആത്മാവിനെ തന്നെ വീണ്ടെടുത്ത് സമർപ്പിച്ച് മൗനമായി നടന്നു നീങ്ങിയ ഒരാളെക്കുറിച്ചാണ് അയാൾക്ക് എന്താണ് യോഗ്യത എന്ന് നിങ്ങൾ ആക്രോശിക്കുന്നത്. പയ്യന്നൂരിലെ KSU പ്രവർത്തകനായി തുടങ്ങി KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റായ അദ്ദേഹത്തിന് മത്സരിക്കാൻ പാർട്ടി നൽകിയത് വീടിരിക്കുന്നിടത്ത് നിന്ന് 7-8 ജില്ലകൾ പിന്നിട്ട് ആലപ്പുഴയിലാണ്, അതും ഇടതു കോട്ടയിൽ. ആ കോട്ട പൊളിച്ചാണ് തുടർച്ചയായി 3 തവണ നിയമസഭാ അംഗമായത്. 2004-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ ആ മന്ത്രിസഭയിൽ KC വേണം എന്ന താൽപര്യം ആദരണീയനായ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. പിന്നീട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവാദിത്തമായിരുന്നു KCക്ക് നൽകിയത്. ആലപ്പുഴ ശക്തമായ ഇടതു കോട്ടയാണെന്നും KC ആയതുകൊണ്ട് മാത്രമാണ് ആ കോട്ട പൊളിക്കാൻ കഴിയുന്നത് എന്നുമുള്ളതിൻ്റെ തെളിവാണ് 2019-ൽ 19 സീറ്റും ജയിച്ചിട്ടും ആലപ്പുഴ തോറ്റതും 24-ൽ KC മത്സരിച്ചപ്പോൾ തിരിച്ചുപിടിച്ചതും. ദേശീയ പ്രക്ഷോഭങ്ങളുടെ മുന്നണിയിൽ നിന്ന് ജനാധിപത്യ വിശ്വാസികൾക്ക് ഊർജം പകരുന്ന പോരാട്ട വീര്യം വിദ്യാർത്ഥികാലം മുതൽ KC വേണുഗോപാലിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. രാഷ്ട്രീയ കേരളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ നായകനായിരുന്നു KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന KC വേണുഗോപാൽ. നന്ദാവനം പോലീസ് ലാത്തി ചാർജ്, കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന മാർക്ക് ദാനത്തിനെതിരെയുള്ള പ്രക്ഷോഭം, രക്തരൂക്ഷിതവും മരണത്തെ നേർക്കുനേർ സന്ധിച്ച കൊല്ലം SP ഓഫീസ് മാർച്ച്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തീക്ഷണ സമരസ്മരണകളുടെ കഥ പറയുന്ന ഏടുകളാണ് പഴയകാല KSU യൂത്ത് കോൺഗ്രസ് കാലത്തെ പൊതുജീവിതത്തിൽ കണ്ണോടിച്ചാൽ കാണാൻ കഴിയുക. അതുപോലെ കേരള നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി അദ്ദേഹം ഒരുപോലെ ശോഭിച്ചു.
മികച്ച പാർലമെന്റേറിയനായി ഇന്ത്യൻ പാർലമെന്റിൽ ഭരണപക്ഷത്തെ അദ്ദേഹം പ്രതിരോധ മുനയിൽ നിർത്തി. അധികാര സ്ഥാനങ്ങളിൽ ഇല്ലാത്തപ്പോഴും ഈ നാടിനും സംസ്ഥാന ദേശീയ താൽപര്യങ്ങൾക്കും വേണ്ടി പോരാളിയുടെ വീര്യത്തോടെ എന്നും പ്രവർത്തിച്ചിട്ടുണ്ട് KC വേണുഗോപാൽ. ഭരണചക്രത്തിലും സമരമുഖത്തും മാത്രമല്ല, സംഘാടനത്തിലെ മികവ് കൊണ്ടും KC വേറിട്ട് നിന്നു. കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, തെലങ്കാന ഉൾപ്പെടെയുള്ള സർക്കാരുകളുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് KC ആയിരുന്നു. പണമൊഴുക്കിയും ഭീഷണിപ്പെടുത്തിയും BJP ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കാലത്തും തളരാതെ മുന്നോട്ടു പോകാൻ KCക്ക് സാധിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ല. രാഷ്ട്രീയ എതിരാളികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിനെതിരെ ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിരോധം, രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം സസ്പെൻഡ് ചെയ്തതിനെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭം, അസമിലെ BJP സർക്കാർ ഭാരത് ജോഡോ യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തിയതിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സമര പരമ്പരകൾക്ക് നേതൃത്വം നൽകിയാണ് KC വേണുഗോപാൽ മോദി സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയത്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ പുതുചരിത്രം എഴുതി കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000 കിലോമീറ്ററോളം രാഹുൽ ഗാന്ധി പദയാത്രയായി സഞ്ചരിച്ച ഭാരത് ജോഡോ യാത്രയുടെ മുഖ്യ സംഘാടകനും നിങ്ങൾ യോഗ്യതയില്ലെന്ന് പറയുന്ന KC വേണുഗോപാലായിരുന്നു. വൈവിധ്യങ്ങളിലൂടെയും ബഹുസ്വരതയിലൂടെയും ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ് ഒരു മനുഷ്യൻ കാൽനടയായി സഞ്ചരിച്ച കോൺഗ്രസിനെയും രാജ്യത്തെയും വീണ്ടെടുക്കാനുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിലേക്ക് വഴിയൊരുക്കിയ ബുദ്ധികേന്ദ്രം. 100 ദിവസത്തോളം ഒപ്പം നടന്ന് KCയും യാത്രയെ സജീവമാക്കി. മണിപ്പൂരിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ പ്രധാന ആസൂത്രകനും KC തന്നെ. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിന്റെ ബലവും അടിത്തറയും രൂപപ്പെടുത്തിയതിൽ ഈ ചരിത്ര യാത്രകളുടെ പങ്ക് ചെറുതല്ല. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ 3 AICC പ്രസിഡന്റുമാർക്കൊപ്പം പ്രവർത്തിച്ച പരിചയ സമ്പത്തുമായാണ് KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ പ്രധാന സംഘാടകനും ആസൂത്രകനും കോർഡിനേഷൻ കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം. 26 പ്രതിപക്ഷ പാർട്ടികളെ ഒരേ വേദിയിൽ അണിനിരത്തിയ മാസ്റ്റർ മൈൻഡ്. ഒരു പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ പോലും കൃത്യമായി പരിഹരിക്കാൻ കഴിയാത്തവർ അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു KC വേണുഗോപാലിനെ. അപ്പോൾ തെരഞ്ഞെടുപ്പെത്തും മുന്നേ അടിച്ചു പിരിയുമെന്ന് സകലരും സ്വപ്നം കണ്ട ഇന്ത്യ മുന്നണിയെ കൃത്യമായ സീറ്റ് വിഭജനത്തിലൂടെയും നയങ്ങളിലൂടെയും കരക്കടുപ്പിച്ചത് അതേ സംഘടനാ പാടവം തന്നെ ആയിരുന്നു എന്ന് നിങ്ങൾ അറിയണം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, NCP നേതാവ് ശരത് പവാർ, RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് മുതൽ കശ്മീരിലെ ഫറൂഖ് അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും വരെ നീളുന്ന നേതാക്കളുമായുള്ള ദൃഢവും ഏത് സമയത്തും അവരുമായി പ്രശ്നപരിഹാരത്തിനും പരിപാടികൾ ഏകോപിപ്പിക്കാനുമുള്ള വ്യക്തിബന്ധവും വേണുഗോപാലിന്റെ നയതന്ത്ര മികവിന് തെളിവാണ്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദവും അന്വേഷണ ഏജൻസികളുടെ നിരന്തരമായ ഭീഷണിയും അതിജീവിച്ചാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നതും ചെറിയ കാര്യമല്ല. ഇടത്തും വലത്തും നിന്ന പലരുടെയും ചിറകുകൾ കേന്ദ്ര സർക്കാർ അരിഞ്ഞപ്പോഴും പലരും ആത്മരക്ഷാർത്ഥം കൂറുമാറിയപ്പോഴും തന്റെ നിലപാടിലും കാഴ്ചപ്പാടിലും തരിമ്പു പോലും മാറ്റം വരുത്താൻ KC വേണുഗോപാൽ തയ്യാറായില്ലെന്ന് കാണാം. 5 വർഷം മുൻപ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി AICCയുടെ തലപ്പത്ത് എത്തുമ്പോൾ തകർന്ന് തരിപ്പണമായി കിടന്നിരുന്ന കോൺഗ്രസിൽ നിന്ന് ഇന്ന് ഏത് അതിശക്തനെയും മലർത്തിയടിക്കാനുള്ള ആത്മവിശ്വാസത്തിലേക്ക് കോൺഗ്രസ് വളർന്നെങ്കിൽ അതിന് പിറകിലും ഇതേ KC ആണ്. ഏത് തോൽവിയിലും നിരാശപ്പെടുകയോ അസ്വസ്ഥമാകുകയോ ചെയ്യാതെ 100% ആത്മാർത്ഥതയോടെ സ്വന്തം കർത്തവ്യം നിർവഹിക്കുന്ന ഈ മനുഷ്യൻ പരാജയങ്ങളുടെ മാത്രം അവകാശിയായി മാറുമ്പോഴും ഈ സംഘടനാ മികവിൽ ഭാരത് ജോഡോ യാത്രകളും ചിന്തൻ ശിബിറും പ്ലീനറിയും തെരഞ്ഞെടുപ്പുമൊക്കെ വിജയകരമായി കടന്നുപോയി. ജനാധിപത്യ മതേതര ഇന്ത്യയ്ക്ക് വേണ്ടി വർഗീയ ശക്തികളോടും കുത്തകകളോടും സന്ധിയില്ലാതെ പോരാടുന്ന രാഹുൽ ഗാന്ധിയുടെ വലങ്കയും രാജ്യം ഉറ്റുനോക്കുന്ന ദേശീയ നേതാവുമായ KC വേണുഗോപാൽ ആലപ്പുഴയിലെ മത്സരത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടത് നമ്മുടെ കൺമുന്നിലാണ്. ഒട്ടും നിസാരനല്ലാത്ത എതിരാളിയിൽ നിന്ന് ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന്റെ മുന്നിലുണ്ടായിരുന്ന ഏക വഴി KC സ്ഥാനാർത്ഥിത്വമായിരുന്നു. അമേത്തിയിലും റായ്ബറേലിയിലും നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും തുടങ്ങി വടകരയിൽ വരെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച രാഷ്ട്രീയ ചാണക്യൻ വ്യക്തിഹത്യകൾ ഭയക്കാതെ സ്വയം ആലപ്പുഴയിലെ അംഗത്തട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. ലോക്സഭയിൽ പരമാവധി അംഗങ്ങളെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കുക എന്ന കോൺഗ്രസ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചത്. ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒറ്റകക്ഷിയെയാണ് രാഷ്ട്രപതി സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുക എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ഇന്ത്യക്കും വേണ്ടി കളത്തിലിറങ്ങാതിരിക്കാൻ KCക്ക് ആകുമായിരുന്നില്ല. പാർലമെന്റിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്കും ഭരണഘടനാ സംരക്ഷണത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഇന്ത്യയിലെ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇന്ന് അദ്ദേഹം.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതിത്വം മുതൽ ഇന്ത്യയുടെ മതേതരത്വം തകർക്കാനുള്ള BJP RSS അജണ്ടകൾ വരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി എതിർത്ത ഒരാൾ. ന്യൂനപക്ഷ പീഡനങ്ങളും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിയും മുതൽ മത്സ്യത്തൊഴിലാളി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ വരെ ലോക്സഭയിൽ നിരന്തരം അവതരിപ്പിക്കുന്ന ഒരാൾ. റോഡ് നിർമ്മാണത്തിലെ അഴിമതി മുതൽ ശബരിമല സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ വരെ ശബ്ദമുയർത്തിയ ഒരാളെ മാധ്യമങ്ങൾ കണ്ടില്ലേ? അയാൾ എപ്പോഴും ആൾക്കൂട്ടങ്ങളുടെ നായകൻ മാത്രമായിരുന്നില്ല. ആരവങ്ങളും ആവേശവും ബാക്കി വെക്കുന്ന ഇടപെടലുകൾ മാത്രമായിരുന്നില്ല. അടിസ്ഥാന വർഗത്തെ ചേർത്ത് നിർത്തി അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കരുതലും കാവലും കൂടിയായിരുന്നു. രാഷ്ട്രീയ ശത്രുക്കൾ പോലും അത് ശരിവെക്കും. രാജ്യത്തിന്റെ ഹൃദയത്തിലേറ്റ മുറിവിൽ മരുന്ന് പുരട്ടാൻ ശേഷിയുള്ള മറ്റൊരാശയവുമായി ഒരു ശബ്ദ കോലാഹലങ്ങളുമില്ലാതെ വീണ്ടും കോൺഗ്രസിനെ നെഞ്ചിലേറ്റി അയാൾ നടക്കുകയാണ്, അവകാശവാദങ്ങളില്ലാതെ. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ കോൺഗ്രസുകാരനെയും UDF പ്രവർത്തകരെയും സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടമായ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ KCയുടെ പങ്ക് കാണാൻ നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുന്നത് എന്താണ്? കേരളത്തിലെ എല്ലാ ജില്ലയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നതും രേവന്ത് റെഡ്ഡിയും സിദ്ധരാമയ്യയും സച്ചിൻ പൈലറ്റും ശിവകുമാറും ഒക്കെ ആഴ്ചകളോളം കേരളത്തിൽ ക്യാമ്പ് ചെയ്തതിനൊക്കെ പിന്നിൽ KC അല്ലാതെ മറ്റാരാണ്? കഴിഞ്ഞ ദിവസം നിങ്ങൾ SIRൽ കോൺഗ്രസ് പ്രവർത്തനം മികച്ചതാണെന്ന് പറയുന്നത് കേട്ടു. മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിനാവശ്യമായ ക്യാമ്പുകൾ നടത്തിയതും എല്ലാ ബൂത്തിലേക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പണം നൽകിയതും ഹൈക്കമാൻഡ് ആണ്. അതിന് പിന്നിൽ ആരാണ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ വിമത സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ സീറ്റ് നിഷേധിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചതും സംരക്ഷിക്കും എന്ന് ഉറപ്പുകൊടുത്തതും KCയാണ്. അത് കേരളം കണ്ടതാണ്. എന്നിട്ടും ഒരു സംഘം മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, എന്താണ് KCയുടെ യോഗ്യതയെന്ന്. പാർട്ടി കമ്മിറ്റികളിലെ വിവരങ്ങൾ നിങ്ങളോട് രഹസ്യമായി പങ്കുവയ്ക്കാത്തതും, എത്ര പ്രതിസന്ധി ഉണ്ടായാലും വാർത്തകളിൽ നിറയാനായി പാർട്ടിയെയും പ്രവർത്തകരെയും തള്ളിപ്പറയാത്തതും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അയോഗ്യതയാകാം. അത് അയോഗ്യതയാണെങ്കിൽ ആ അയോഗ്യതയോട് കൂടിയ KCയെയാണ് സാധാരണ പ്രവർത്തകരായ ഞങ്ങൾക്കിഷ്ടം. ഇതായിരുന്നു സുധാ മേനോന്റെ പോസ്റ്റ്. ഈ പോസ്റ്റാണ് ഇപ്പോൾ KC അനുകൂലികളും കോൺഗ്രസുകാരും ഒക്കെ ഉയർത്തി കാണിക്കുന്നതും വൈറലാക്കിക്കൊണ്ടിരിക്കുന്നതും. KC വേണുഗോപാൽ അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കുന്ന ഒരാളല്ലെന്നും കേരളത്തിന് പരിചയമില്ലാത്ത ഒരാളല്ല എന്നും ഓർമ്മപ്പെടുത്തുകയാണ് സുധാ മേനോൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസുകാർക്കും ജനങ്ങൾക്കും കൃത്യമായി അറിയാമെന്നും അവർ ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.